പ്രതിപക്ഷ ഉപനേതാവ് തർക്കം CPI വിടുന്ന ലക്ഷണമില്ല കേട്ടോ. അപ്പോൾ CPI പറയുന്നത് തങ്ങളത് കൊണ്ടേ പോകൂ എന്നാണ്, CPM പറയുന്നത് ഇച്ചിരി പുളിക്കും എന്നാണ്. എന്തായാലും പ്രതിപക്ഷ ഉപനേതാവ് തർക്കത്തിൽ CPIക്കെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ. പ്രതിപക്ഷ ഉപനേതാവ് പദവി എല്ലാ കാലത്തും CPM ആണ് വഹിച്ചത്. പിണറായി വിജയൻ പറഞ്ഞത് മുന്നണിയിലെ കീഴ്വഴക്കമാണെന്നും CPIയുടേത് വില കുറഞ്ഞ സമ്മർദ്ദതന്ത്രമാണെന്നും CN മോഹനൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. സംസ്ഥാനത്തെ വിഷയങ്ങളിൽ ദേശീയ നേതൃത്വത്തിന് ഇടപെടൽ തേടിയതിനെ CN മോഹനൻ പരിഹസിച്ചു. 5000-ൽ കൂടുതൽ വോട്ടുള്ള മണ്ഡലങ്ങൾ CPIക്ക് അപൂർവമാണെന്നും മുന്നണി മര്യാദ പാലിച്ചില്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുമെന്നും CN മോഹനൻ മുന്നറിയിപ്പ് നൽകി. പറയുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. കേരളത്തിലെ നിയമസഭയിൽ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വഹിക്കുന്നത് എല്ലാ കാലത്തും CPIM ആണ്. ഇന്ന് വരെ CPIക്കോ മറ്റ് പാർട്ടികൾക്കോ ആ സ്ഥാനം കൊടുത്തിട്ടില്ല. ഈ പ്രീസിഡൻസ് എന്ന കീഴ്വഴക്കമാണ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കീഴ്വഴക്കമാണ്. കീഴ്വഴക്ക പ്രകാരം ഒരു കാരണവശാലും വേറെ പാർട്ടിക്കോട് പങ്കുവയ്ക്കാൻ പറ്റില്ല. എന്താണ് CPI അങ്ങനെ ഉന്നയിക്കുന്നത് ആവശ്യത്തിൻ്റെ അടിസ്ഥാനം? കേരളത്തിലാകെ LDFന് 35 സീറ്റായി കുറഞ്ഞു, 2 CPIMന് 26 സീറ്റായി കുറഞ്ഞു. ആ സമയത്ത് CPIക്ക് 8 സീറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഈ ഉപനേതൃസ്ഥാനം കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത് ഒരു സമ്മർദ്ദതന്ത്രം, അത് വില കുറഞ്ഞ ഒരു സമ്മർദ്ദതന്ത്രം മാത്രമേ സാധ്യതയുള്ളൂ. സാധാരണ ഒരു സംസ്ഥാനത്തെ ഒരു കൊച്ചു കാര്യത്തിൻ്റെ അടുത്ത് ഈ അഖിലേന്ത്യന്മാരൊന്നും കയറി വാളെടുക്കാറില്ല. സ്വാഭാവികമായിട്ട് ഒരു മുന്നണി കാത്തു സൂക്ഷിക്കേണ്ട ചില മര്യാദകളും ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. അത് വിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ ചില യാഥാർത്ഥ്യം പറയേണ്ടി വരും. അതിപ്പോൾ പറഞ്ഞല്ലേ 10,000 വോട്ടുണ്ടെന്ന്, ഒരു 10-500 മണ്ഡലം അല്ല 10-50 മണ്ഡലം ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയ തെറ്റുള്ള കാര്യമൊന്നുമില്ല. 5000 വോട്ടിൽ കുറച്ച് കൂടുതൽ വോട്ട് കിട്ടുന്ന സ്ഥലങ്ങൾ കാര്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതായത് ഗവൺമെൻറ് വീണപ്പോൾ പിന്നെ വീണോടത്ത് കുത്താൻ തീരുമാനിക്കുകയാണ്. അത് 2 പാർട്ടികളും ചർച്ച നടത്തി LDF ചർച്ച നടത്തിയ പ്രശ്നത്തിന് പരിഹാരം കാണും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ ഇടവരാൻ പാടില്ല. ഇങ്ങനെ വന്നാൽ ചിലപ്പോൾ ഏകപക്ഷീയമായി കഴിഞ്ഞാൽ പിന്നെ ജനം മറുപടി ഉണ്ടാവും. അതുകൊണ്ടുണ്ട്. സജു ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജു ദേവസ്യ, പ്രതിപക്ഷ ഉപനേതാവ് വിഷയത്തിൽ ഒരു അടി പോലും പിന്നോട്ടില്ല CPI എന്ന സൂചനയാണോ? ഇങ്ങനെ പോയാൽ ഒരു തുറന്ന പോരിലേക്ക് കാര്യങ്ങൾ എത്തുമോ? അണികളൊക്കെ ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പൊരുതി തുടങ്ങും, അത് പിന്നെ തെരുവുകളിലേക്ക് പടരും. അത് LDFന് പൊതുവെ ഗുണകരമാവാൻ സാധ്യതയില്ല. ഇതിൽ CPMഉം CPIയും ഉറച്ച തീരുമാനമാണോ എടുത്തിരിക്കുന്നത്? സജു ദേവസ്യ. ഡോക്ടർ അരുൺകുമാർ, CN മോഹന്റെ പ്രതികരണത്തിൽ അതുണ്ട്. CPM-CPI ബന്ധം എന്നത് ഒരു മുന്നണിക്കകത്ത് ഏറ്റവും ഇഴയെടുപ്പമുള്ള ഒരു ബന്ധമായി തുടരേണ്ട ഒന്നാണ്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ പോകുന്നതെന്നത് കാണേണ്ടതാണ്. ഉപനേതാവിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ഇല്ല എന്ന സൂചന നൽകുന്നു. 2 കാര്യങ്ങളാണ് പ്രധാനമായും. ഒന്ന്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ലക്ഷ്യമിട്ടുള്ള വിമർശനങ്ങൾ CPI കടുപ്പിച്ചിരുന്നു. ഇനിയിപ്പോൾ അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു മൗനം പാലിക്കുന്ന പ്രശ്നമില്ല എന്നൊരു സന്ദേശം അവർ പുറത്തേക്ക് നൽകുകയാണ്. ലേഖനമായി വിമർശനങ്ങളായി പല രൂപത്തിൽ CPI നേതാക്കൾ അത് പുറത്തേക്ക് പറയുന്നുണ്ട്. അതിനോട് ഇനി മൗനം ആചരിക്കില്ല, അതിന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകും എന്ന സന്ദേശമാണ് ഒന്നാമത്തേത്. മറ്റൊന്ന്, CPI എന്ന പാർട്ടിക്കെതിരായ പൊതുവായ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയുന്നതിന് മുന്നണി മര്യാദ എന്നൊരു കാര്യത്തിൽ തടസ്സമുണ്ടാകില്ല. അപ്പോൾ കടുത്ത നിലപാട്, ഉപനേതാവ് സ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചയുടെ സാധ്യത ഇനിയില്ല എന്ന സന്ദേശം കൃത്യമായി നൽകുന്നുണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ കാര്യത്തിൽ അതായത് ലീഗ് UDFൽ പാലിക്കുന്ന മുന്നണി മര്യാദ വരെ CN മോഹനൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിണറായി വിജയനെ അതായത് ഭരണം പോയി അപ്പോൾ വീണെടുത്ത് കുത്തുക എന്നൊരു ലക്ഷ്യം വേണ്ട. 10 വർഷമില്ലാത്ത അത്തരം വിമർശനങ്ങൾ എന്തിനാണ് ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്? വലിയ പരാജയം നേരിട്ടു. ആ ഘട്ടത്തിൽ സർക്കാരിനെതിരെ ക്രിയാത്മക പ്രതിപക്ഷമാകേണ്ട ഒരു ഘട്ടത്തിൽ ഈ വിവാദത്തിലേക്ക് കാര്യങ്ങൾ കേന്ദ്രീകരിക്കുന്നത് ഗുണമാണോ എന്നത് CPI ചിന്തിക്കണം എന്ന് തുറന്നു പറയുകയാണ്. അങ്ങനെ വളരെ കടുത്ത ഭാഷയിലുള്ള പരിഹാസം ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. അതായത് അദ്ദേഹം നേരത്തെ പങ്കുവച്ച ഒരു കുറിപ്പിൽ 5000 വോട്ടിലധികമുള്ള എത്ര മണ്ഡലങ്ങളുണ്ട് CPIക്ക്? അപ്പോൾ മുന്നണി എല്ലാം കൊടുക്കുന്നില്ലേ? പദവികളെല്ലാം അവരുടെ ശക്തിക്ക് അനുസൃതമായോ അതിൽ കൂടുതലോ ആയി നൽകുന്നില്ലേ? അങ്ങനെയെങ്കിൽ 5000-ൽ കൂടുതൽ വോട്ടുള്ള മണ്ഡലങ്ങൾ ഏതെന്ന് പറയൂ എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ദേശീയ നേതൃത്വത്തിന്റെ ഒരു ഇടപെടൽ കൂടി ഇക്കാര്യത്തിൽ വന്നു. നേരത്തെ D രാജ അടക്കം പ്രതികരിച്ചിരുന്നു. സംസ്ഥാനത്തെ കൊച്ചു കൊച്ചു വിഷയങ്ങളിൽ അഖിലേന്ത്യന്മാരെ എന്തിനാണ് വിളിച്ചുകൊണ്ടുവരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കടുത്ത ഭാഷയിൽ എല്ലാ വിഷയത്തിലും PM-ശ്രീയുടെ കാര്യം പറയുന്നുണ്ട്. അതായത് LDF സർക്കാർ ആയിരിക്കുന്ന വേളയിൽ PM-ശ്രീയിൽ അനാവശ്യ വിവാദം ഉണ്ടാക്കി ആ സർക്കാരിനെ ഡീമോറലൈസ് ചെയ്തു. അത് തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറി. അങ്ങനെ എല്ലാ കാര്യത്തിലും തങ്ങൾക്കൊരു പ്യൂരിറ്റി ഉണ്ട് എന്നൊരു അവകാശവാദം CPI അനാവശ്യമായി ഉന്നയിക്കുന്നു. അത് പലപ്പോഴും മുന്നണിക്കകത്ത് വലിയ തിരിച്ചടി ഉണ്ടായി. എല്ലാ ത്യാഗവും CPM തന്നെ സഹിക്കണം എന്ന രൂപത്തിലുള്ള ഒരു നിലപാട് ശരിയാവുകയില്ല എന്നുകൂടി പറയുകയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഇനി ഒരു വിട്ടുവീഴ്ചയില്ല എന്ന് മാത്രമല്ല CPI വിമർശനങ്ങൾക്കോ അവർ ഉന്നയിക്കുന്ന പലതരം കുത്തുകൾക്കോ അതേ ഭാഷയിൽ അതേ രീതിയിൽ അതേ ശൈലിയിൽ തന്നെ
മറുപടി നൽകും എന്ന ശക്തമായ സന്ദേശം കൂടി നൽകാൻ ശ്രമിക്കുകയാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ CN മോഹനൻ. താങ്ക് യു. സജോ ദേവസ്യാണ് വിവരം നൽകിയത്.